സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 8. കല്യാണി തന്നെയാണ് ഒരു ലോക്കറ്റിനുള്ളിൽ കൊള്ളുന്നത്ര ചെറുതായ ആ ഫോട്ടോഗ്രാഫ് ആദ്യം കണ്ടെത്തിയത്. ധൃതിയിൽ അവൾ കുനിഞ്ഞതെടുത്തു. അവളുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചന്തു അത് കണ്ടത്. മാലയുടെ ലോക്കറ്റിനുള്ളിൽ താൻ സൂക്ഷിച്ചിരുന്ന ആ ഫോട്ടോഗ്രാഫ് കല്യാണിയുടെ കയ്യിൽ. ആലകൃഷ്ണൻ്റെ ചിത്രമുള്ള സാമാന്യം വലിപ്പമുള്ള ലോക്കറ്റിനുള്ളിൽ അതിരഹസ്യമായാണ് അത് ഒളിപ്പിച്ചിരുന്നത്. ശക്തിയിൽ കല്യാണി മാല വലിച്ച് പൊട്ടിച്ചപ്പോഴാണ് ലോക്കറ്റ് തെറിച്ച് താഴെ വീണ് അതിൻ്റെ ഉള്ളറ തുറന്നു പോയത്. കല്യാണിയുടെ മുഖത്തെ വികാരങ്ങളുടെ സ്ഫോടനം ഉണ്ടാകുന്നത് ചന്തുവിന് കാണാമായിരുന്നു. അവന് നന്നേ ഭയം തോന്നി. കല്യാണി ഉണ്ടാക്കുവാൻ പോകുന്ന ബഹളങ്ങളോർത്തല്ല. അവളൊരു പേഷ്യൻ്റാണ്, നിറഗർഭിണിയും. ഇപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായാൽ അതൊരു തീപിടുത്തം പോലെ ആയിരിക്കും. സർവവും അവസാനിക്കുകയും ചെയ്യും. എന്നാൽ അവളെ എങ്ങനെ ശാന്തമാക്കുമെന്നും അറിയുന്നില്ല. സാധാരണഗതിയിൽ മന്ദബുദ്ധിയായോ കളിക്കുട്ടിയായോ തോന്നിക്കാറുള്ള അവൾ ഇപ്പോൾ ഒരു പിശാചിനിയുടെ ക്രൗര്യം കൈക്കൊണ്ടിരിക്കുന്നു. മുഖം കണ്ടാൽ അറിയാം. ഭർത്താവിൻ്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലയുടെ ലോക്കറ്റിനുള്ളിൽ ഏതോ ഒരു പെണ്ണിൻ്റെ ചിത്രം അടക്കം ചെയ്തിരിക്കുന്നതറിഞ്ഞാൽ ഏതു ഭാര്യയ്ക്കാണ് ശോഭ ഉണ്ടാകാതിരിക്കുക? ഇതാ ഇപ്പോൾ കല്ലു തനി ഒരു ഭാര്യയായിരിക്കുന്നു. ആരാ ഇത്? കല്യാണി ചന്തുവിനെ തുറച്ചു നോക്കി. വ്യക്തമായി തിരിച്ചറിയാൻ മാത്രം വലിപ്പമൊന്നുമില്ല ആ ചിത്രത്തിന്. എങ്കിലും ആ മുഖസൗന്ദര്യം സ്പഷ്ടമാണ് താനും. ആരാണെന്നാണ് ചോദിച്ചത്. കല്യാണിയുടെ ശബ്ദം ഉയർന്നു. ചുണ്ടുകൾ വിറച്ചു കോടി. കണ്ണുകളിൽ വല്ലാത്തൊരു അപരിചിതത്വഭാവം. മാനസിക തകരാറ് സംഭവിച്ച ഒരു വ്യക്തിയുടെ സർവ്വചേഷ്ടകളും അവളിൽ പ്രകടമായി. അവൾ തന്നെ ആക്രമിച്ചേക്കുമെന്ന് പോലും ചന്തുവിന് തോന്നി. പക്ഷേ അവൾക്ക് അസുഖം ഉണ്ടാവരുതേ എന്ന് മാത്രമായിരുന്നു ചന്തുവിൻ്റെ പ്രാർത്ഥന. അങ്ങനെയെങ്ങാൻ സംഭവിച്ചാൽ ഈ സാധു പെൺകുട്ടി തൻ്റെ മുന്നിൽ കിടന്ന് തന്നെ പിടിഞ്ഞു മരിക്കും. പിന്നെ താനും ബാക്കിയുണ്ടാവില്ല എന്ന് വെച്ച് അവളെ ആശ്വസിപ്പിക്കാൻ എന്തു മറുപടി പറയും? ഫോട്ടോഗ്രാഫിലെ പെൺകുട്ടി തൻ്റെ ആരുമല്ലെന്നോ? ആരുമല്ല എന്നതാണ് സത്യമെങ്കിലും കല്യാണിക്ക് അത് ബോധ്യമാവുമോ? എടാ, നിന്നോടാ ചോദിച്ചത്. കല്യാണി പാഞ്ഞെടുത്ത് ചന്തുവിൻ്റെ ഷർട്ടിൽ കടന്നു പിടിച്ചു. കണ്ട പെണ്ണുങ്ങളുടെ പടമൊക്കെ ലോക്കറ്റിൽ വെച്ചത് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? എന്നെ ചതിക്കുകയായിരുന്നില്ലേ? വെള്ളമ്മ പറഞ്ഞത് എത്ര സത്യമായി. ചതിയനാ നീ, ദുഷ്ടനാ നീ. ചന്തുവിനെ പിടിച്ചവൾ ഉലച്ചു. പറയ ആരാ ഇവള്? ഒരു വരിയിൽ ചന്തുവിൻ്റെ കുപ്പായത്തിലെ മുഴുവൻ ബട്ടണുകളും പൊട്ടി താഴെ വീണു. പിന്നെ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞിടിച്ചു. കൊല്ലും ഞാൻ, നിന്നെ കൊന്നിട്ട് ഞാനും ചാകും. അതേ ഇപ്പോൾ എനിക്ക് നിവൃത്തിയുള്ളൂ. പറച്ചിലിനൊപ്പം ഏങ്ങിലടിച്ച് കരയുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ടാണ് ഗൗരിയും ചെറിയമ്മയും ഓടിയെത്തിയത്. ഇരു കൈകൾ കൊണ്ടും കല്യാണി ചന്തുവിനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. ചന്തു നിശ്ചലം നിന്ന് കൊള്ളുകയും. അയ്യോ, എന്തേ ഇത്? ചെറിയമ്മ അറിയാതെ നിലവിളിച്ചു പോയി. അതോടെ കല്യാണി ഓടിച്ചെന്ന് ചെറിയമ്മയുടെ ചുമലിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞു. ഇവൻ എന്നെ ചതിച്ചു ചെറിയമ്മേ. ഇത് കണ്ടോ ചെറിയമ്മേ? മാലയുടെ ലോക്കറ്റിനുള്ളിൽ ഇവളുടെ പടവും കൊണ്ട് നടക്കുക. എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ? വെള്ളമ്മ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ ചെറിയമ്മേ? ചെറിയമ്മ സ്തബ്ധയായി പോയി. കല്യാണിയുടെ മുതുകിൽ തലോടി സാന്ത്വനിപ്പിക്കുന്ന ഒപ്പം അവർ ശങ്കയോടെ ഗൗരിയെ നോക്കി. ഗൗരിക്കും വീർപ്പുമുട്ടൽ. കല്യാണി പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസം. എന്നാൽ അപരാധിയെപ്പോലെ മുഖം കുനിച്ചുള്ള ചന്തുവിൻ്റെ നില കണ്ടിട്ട് കല്യാണി പറയുന്നതിൽ എന്തോ ഇല്ലേ എന്നൊരു സംശയം. എന്താ ചന്തു ഇത്? ഗൗരി ചന്തുവിനോട് ചോദിച്ചു. ചന്തു ശബ്ദിച്ചില്ല, മുഖം ഉയർത്തിയതുമില്ല. അതോടെ ചെറിയമ്മയുടെ ദേഹത്തു നിന്ന് പിടഞ്ഞകന്ന കല്യാണി ചന്തുവിനെ ചൂണ്ടി ഗൗരിയോട് പറഞ്ഞു, കള്ളനാ ഇവൻ. ഇതിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ആരേലും അറിയുമായിരുന്നോ എന്നെ ചതിക്കണ കാര്യം? കണ്ടില്ലേ, കള്ളദൃഷ്ടി. എടാ പറയടാ. കല്യാണി വീണ്ടും ചന്തുവിനെ കടന്നു പിടിച്ചു. ഉടൻ ഗൗരി അപേക്ഷിക്കും പോലെ ചന്തുവിനെ നോക്കി. കല്യാണിയോട് വഴക്ക് കൂടരുതേ എന്ന് കേഴും പോലെ ആംഗ്യം കാട്ടി. ചെറിയമ്മയുടെ മുഖത്തും അതേ ഭാവമായിരുന്നു. ദീനമായ നോട്ടവുമായി നിശബ്ദം നിന്ന് കൊടുത്തതേ ഉള്ളൂ ചന്തു. അത് കല്യാണിയെ വീണ്ടും പ്രകോപിതയാക്കി. നീ പറയില്ല അല്ലേ? ചന്തുവിനെ ആക്രമിക്കാനുള്ള ആയുധത്തിനെന്നോണം ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് കല്യാണി ചോദിച്ചു. പിന്നെ മുറിയിലെ കബോർഡിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന ഗ്ലാസ് ജാറിലെ കുടിക്കാനുള്ള വെള്ളമെടുത്ത് ചന്തുവിൻ്റെ തലവഴി ഒഴിച്ചു. അരുതേ കല്യാണി. ചെറിയമ്മ ചെന്ന് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. വിടന്നെ. കല്യാണി കുതറി. ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ. രണ്ടാളും കൂടി ഇപ്പോൾ വേണ്ടാട്ടോ. ചെറിയമ്മയെ തട്ടി മാറ്റിയിട്ട് കല്യാണി അടുക്കള ഭാഗത്തേക്ക് ഓടി. അല്പം കഴിഞ്ഞ് അവൾ തിരികെ എത്തിയത് കത്തുന്ന ഒരു വിറകുകൊള്ളിയുമായാണ്. മസൂരി വന്നവരുടെ മോറ് പോലെ മുഖം നിറയെ പൊള്ളിയ പാട് വീഴ്ത്തും ഞാൻ. ഒരുത്തിയും പിന്നെ ഈ മുഖത്ത് നോക്കാൻ പാടില്ല. അയ്യോ കല്ലു. ചെറിയമ്മയും ഗൗരിയും ചേർന്ന് അവളെ തടഞ്ഞു. എന്തിനാ തടയണത്? ചന്തു ചെറിയമ്മയോടും ഗൗരിയോടും ചോദിച്ചു. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്താന്ന് വെച്ചാലും. അവൻ്റെ വാക്കുകൾ പതറി. എന്തിനാ കരയണേ? കല്യാണി അവനെ നോക്കി. എന്നെ ചതിച്ചിട്ട്. എന്തിനാ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് തെറ്റാ ചന്തുവേട്ടനോട് കാട്ടിയത്?
കയ്യിലിരുന്ന തീക്കൊള്ളി അവൾ താഴേക്കിട്ടു. പിന്നെ ഓടിച്ചെന്ന് ചന്തുവിൻ്റെ തോളിൽ തലവെച്ച് ഏങ്ങി. എന്നാലും എൻ്റെ ചന്തുവേട്ടൻ എന്നോട് ഇങ്ങനെ കാട്ടിയില്ലോ. ചന്തുവേട്ടനെ അല്ലാതെ മറ്റൊരാളിൻ്റെ മുഖത്തുപോലും ഞാൻ നോക്കിയിട്ടില്ല. കല്യാണിയെ ഓർത്ത് ചന്തുവിന് സങ്കടം തോന്നി. പാവം കുട്ടി. ശാരീരികമായി അവൾ യുവതിയായിട്ടും മനസ്സിപ്പോഴും ബാല്യം വിട്ടിട്ടില്ല. അവൻ അവളെ സ്നേഹപൂർവ്വം തലോടി. എന്തിനാ കണ്ട ചീത്ത പെണ്ണുങ്ങളുടെ പടം എടുത്ത് ലോക്കറ്റിനുള്ളിൽ വെച്ചത്? എനിക്കതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? അവൾ മുഖമുയർത്തി ചന്തുവിനെ നോക്കി. ഇനി അങ്ങനെ ചെയ്യില്ല, ചന്തു പറഞ്ഞു. സത്യം? സത്യം. ആണുങ്ങളൊക്കെ കള്ളയാണ ഇടുന്നവരാണെന്ന് വെള്ളമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. ചന്തുവേട്ടനും അങ്ങനെയാ? അല്ല. അവൻ അവളുടെ ശിരസിൽ കൈവച്ചു. നിന്നോട് ഞാൻ കള്ളം പറയില്ല. പെട്ടെന്ന് കല്യാണി അവൻ്റെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. എൻ്റെ ചക്കരയാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. വേറൊരു പെണ്ണിൻ്റെ മൂത്ത് നോക്കണത് പോലും എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാ. വീണ്ടും അവൾ ആ മുഖത്ത് മുത്തി. തുരുതുരെ. ചെറിയമ്മ തിടുക്കത്തിൽ മുഖം കുനിച്ചു കളഞ്ഞു. ഗൗരി മെല്ലെ പുറത്തേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് കണ്ടത് നന്ദഗോപൻ വാതിൽക്കൽ. പുറത്തുപോയി വരും വഴിയായിരുന്നു. വേഷം പോലും മാറ്റിയിട്ടില്ല. ബഹളത്തിനിടയിൽ പുറത്ത് കാർ വന്നു നിന്ന ശബ്ദവും ആരുടെയും കാതിലെത്തിയില്ല. പെട്ടെന്ന് നന്ദേട്ടനെ കണ്ടതും ഗൗരി പതറിപ്പോയി. ഗൗരി അടുത്തെത്തിയതും നന്ദഗോപൻ തിരിഞ്ഞു നടന്നു. ഗൗരിയും പിന്നാലെ ചെന്നു. ഗോവണിപ്പടിയിലെത്തിയതും നന്ദൻ തിരിഞ്ഞ് ഗൗരിയെ കനത്തിൽ നോക്കി. അപ്പം ചതി രണ്ടു പക്ഷത്തും ഉണ്ടായിരുന്നു അല്ലേ? ഗൗരി ശബ്ദിച്ചില്ല. ഞാൻ കേട്ടു, ഞാൻ കണ്ടു, നന്ദൻ പറഞ്ഞു. ചെറിയ കുട്ടികളുടെ മനസ്സുള്ള ഒരു ഭാര്യയെ ചതിക്കാൻ എളുപ്പമാണല്ലോ അല്ലേ? ലോകത്തിൻ്റെ മുന്നിൽ പേരിനൊരു ഭാര്യ, നെഞ്ചിൽ അണിയാൻ മറ്റൊരുത്തിയും. ഗൗരി കുനിഞ്ഞ ശിരസോടെ കേട്ടുനിന്നു. ഇത്തരത്തിലൊരു ചതി ഞാൻ ഒരിക്കലും ചെയ്തിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ വേറെ പെണ്ണുങ്ങളില്ല, ആരുമില്ല. എൻ്റെ അനുജത്തിക്ക് വേറെ പുരുഷനുമില്ല. കഷ്ടകാലത്തിന് അവൾക്കൊരസുഖം ഉണ്ടായിപ്പോയി. നിവൃത്തിയില്ലാതെ ഞാനത് ഒളിക്കുകയും ചെയ്തു. അതിന് സിനിമകളിലെയും നാടകങ്ങളിലെയും പോലെ എത്രയെത്ര ഡയലോഗുകളാണ് എൻ്റെ നേർക്ക് വലിച്ചെറിഞ്ഞത്. ഞാൻ ചതിയനാണ് പോലും. അച്ഛനും അനിയനുമൊക്കെ ആദർശധീരരും പരമസത്യസന്ധരും. എന്നിട്ട് ഇപ്പോഴോ? ഗൗരി മുഖമുയർത്തിയില്ല. അനിയനെപ്പോലെ അല്ല ഓപ്പോളും എന്നതിന് എന്താ നിശ്ചയം? നന്ദൻ ചോദിച്ചു. ഗൗരി പെട്ടെന്ന് നന്ദനെ നോക്കി. തകരും പോലെ. നന്ദൻ തുടരുകയാണ്. നെഞ്ചിൽ കിടക്കുന്ന മാലകളുടെ എല്ലാ ലോക്കറ്റുകൾക്ക് എത്രയെത്ര കള്ളറകളുണ്ടെന്ന് ആർക്കറിയാം? അവയ്ക്കുള്ളിലെല്ലാം ആരെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും. നന്ദേട്ടാ, ഗൗരി കരഞ്ഞുപോയി. ഇപ്പോൾ വാക്കുകൾക്ക് എന്താ ഇത്ര പഞ്ഞം? മറുപടിയൊന്നും തരാനില്ലേ? പുച്ഛത്തിൽ നന്ദൻ മുഖം ചുളിച്ചു. കല്ലുവിൻ്റെ അസുഖം ഒളിപ്പിച്ചതിൻ്റെ പേരിൽ എന്നെ എത്ര പീഡിപ്പിച്ചവളാ, പുലഭ്യം പറഞ്ഞവളാ, ആക്ഷേപിച്ചവളാ. ഇപ്പോൾ സ്വന്തം അനിയൻ ചെയ്ത കൊള്ളരുതായ്മയ്ക്ക് മുന്നിൽ ഒരക്ഷരം ശബ്ദിക്കാനില്ലല്ലോ ഓപ്പോൾക്ക്. കണ്ണുകൾ നിറഞ്ഞൊഴുകിയെങ്കിലും ഗൗരി ഒരക്ഷരം പോലും ശബ്ദിച്ചില്ല. അവന് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അക്കാര്യം തുറന്നു പറയാമായിരുന്നല്ലോ. ഈ കല്യാണം ഞാൻ അടിച്ചേൽപ്പിച്ചതൊന്നുമല്ല. നിങ്ങളുടെ അച്ഛൻ്റെ പൂർണ്ണ സമ്മതത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ ഓപ്പോൾക്ക് IAS കിട്ടണം. അനിയന് ഈ കുടുംബത്തിലെ സ്വത്തുക്കളും. അതിനുവേണ്ടി മനസ്സില്ലാതെ മനസ്സ് ഭാവിക്കുകയായിരുന്നു നിങ്ങൾ. ഒരിക്കലുമില്ല നന്ദേട്ടാ. നന്ദേട്ടൻ്റെ കാൽക്കൽ വീണ് ഗൗരി. ചന്തു ഒരുപക്ഷെ അതായിരിക്കാൻ ചെയ്തത്. എന്നാൽ ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടെയാണ് എൻ്റെ നന്ദേട്ടൻ്റെ മുന്നിലെ താലിക്കായി മുഖം കുനിച്ച് നിന്നത്. സത്യം എന്നാണേ സത്യം. എൻ്റെ താലിയാണേ സത്യം. ഇതിലും വലുതായി എനിക്ക് എന്തുണ്ട് ആണയിടാൻ? പെട്ടെന്നാണ് ചന്തു മുറിയിലേക്ക് കടന്നു വന്നത്. അവൻ്റെ മുഖം വല്ലാതെ ചുവന്നു തൊടുത്തിരുന്നു. ദയവ് ചെയ്ത് എൻ്റെ തെറ്റിന് എൻ്റെ ഓപ്പോളെ ശിക്ഷിക്കരുത്, അവൻ അറിയിച്ചു. എൻ്റെ ഓപ്പോൾക്ക് വേണ്ടിയാ നിങ്ങൾ എൻ്റെ ശിരസിൽ എടുത്തണിച്ച അഗ്നികിരീടം ഞാൻ സസന്തോഷം ചുമക്കുന്നത്. അറിയുമോ? ലോകത്തിൻ്റെ കാപട്യം യാതൊന്നും അറിയാത്ത എൻ്റെ അനുജത്തിയോട് നീ കാണിച്ച ചതിക്ക് എങ്ങനെ മറുപടി തരണമെന്ന് എനിക്കറിയാതെയല്ല. പക്ഷെ ഞാനത് സഹിക്കുക. നിൻ്റെ ഓപ്പോളെ ഓർത്തല്ല, സർവസഖിയായ എൻ്റെ ഭാര്യയെ ഓർത്ത്. ഇല്ലായിരുന്നെങ്കിൽ. പെട്ടെന്നാണ് വാതിൽക്കൽ നിന്ന് കല്യാണിയുടെ ശബ്ദം വന്നത്. മതിയിട്ടോ നന്ദ? മാലയുടെ ലോക്കറ്റിനുള്ളിൽ ചന്ദേട്ടൻ ഏതേലും പെണ്ണിൻ്റെ ചിത്രം വെച്ചുവെങ്കിൽ ഞാനത് സഹിച്ചാൽ മതിയല്ലോ. തീർത്തും പ്രായോഗികബുദ്ധിയായ ഭാര്യയെപ്പോലെയായിരുന്നു കല്യാണിയുടെ വർത്തമാനം. ഗൗരിയിൽ അത് വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കി. അവൾ നന്ദേട്ടൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റു. എനിക്ക് ദണ്ണിളക്കം വരാറുള്ള കാര്യം നന്ദൻ ചന്തുവേട്ടനെയും ഒളിച്ചതല്ലേ? എനിക്ക് പാടാൻ അറിയാമെന്നും ഞാൻ വീണ വായിക്കുമെന്നും ഒക്കെ നുണ പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ എൻ്റെ ചന്തുവേട്ടന് സഹിച്ചില്ലേ? എന്നെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിനെപ്പറ്റി എൻ്റെ ചന്തുവേട്ടൻ ഇഷ്ടപ്പെട്ടിരിക്കാം. എന്നാൽ ഇപ്പോൾ ചന്തുവേട്ടൻ എൻ്റെ ഒപ്പമുണ്ടല്ലോ. എനിക്കതു മതി. കല്യാണിയുടെ വാക്കുകൾ ചന്തുവിൻ്റെ കണ്ണുകളെ ഈറനാക്കി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ചന്തുവേട്ടൻ വാ. കല്യാണി അവനെ പുറത്തേക്ക് നയിച്ചു. നന്ദൻ പറയണതൊന്നും കാര്യമാക്കണ്ട. ഈ നന്ദൻ കുറുമ്പനാ. ചന്തുവിനെയും കൂട്ടി അവൾ പുറത്തേക്ക് നടന്നു. ഗൗരി നന്ദഗോപനെ നോക്കി. കണ്ടോ നന്ദേട്ടാ, ഇത്രയേ ഉള്ളൂ പെണ്ണ്. പാവപ്പെട്ടവളായാലും പണക്കാരിയായാലും ബിരുദാനന്തര ബിരുദമുള്ളവളായാലും മനസ്സുറയ്ക്കാത്തവളായാലും തലോടിക്കൊടുക്കുന്നവൻ്റെ കാൽച്ചുവട്ടിൽ മുഖം വെച്ച് കിടക്കും. എന്നാൽ പുരുഷനോ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഭാര്യയെ പീഡിപ്പിക്കും. ഭാര്യയുടെ സഹോദരൻ തെറ്റ് ചെയ്താൽ മതി, അവളെ ശിക്ഷിക്കും. രണ്ടു കൂട്ടരിലും അപവാദങ്ങൾ ഉണ്ടാവാം. എന്നാലും
മിക്കപ്പോഴും മുള്ളാകുന്നത് പുരുഷനും മുറിവേൽക്കുന്ന ഇലയാകുന്നത് സ്ത്രീയുമായിരിക്കും. വെറുതെ സാഹിത്യം വിളമ്പണ്ട. നന്ദഗോപന് തെല്ലും അലിവില്ലായിരുന്നു. ഇപ്പോഴും തൻ്റെ അനിയൻ എൻ്റെ അനുജത്തിയെ ചതിച്ചുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു പഠിപ്പിച്ച വാക്കുകൾ അവളിപ്പോൾ തത്ത പറയും പോലെ ഉരുവിട്ടത്. തലോടിക്കൊടുത്താൽ കാൽ ചുവട്ടിൽ മുഖം വെച്ച് കിടക്കുന്ന പൂച്ചക്കുട്ടിയായത് എൻ്റെ അനുജത്തിയാ. പക്ഷേ ഗൗരി, എൻ്റെ കുട്ടിക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി മറ്റൊരുത്തിയോടൊത്ത് സുഖമായി ജീവിക്കാം എന്ന അവൻ്റെ കണക്കുകൂട്ടൽ നടക്കാനേ പോകില്ല. അതിനായി ഞാനവനെ വെച്ചേക്കുകയുമില്ല. നന്ദൻ തിരിച്ച് പടികൾ കയറാൻ ആരംഭിച്ചു. വിധി ക്രൂരത കാണിച്ചത് കല്യാണിയോടായിരിക്കാം. എങ്കിലും ഒരു കാര്യത്തിൽ അവൾ തികഞ്ഞ ഭാഗ്യവതിയാണ്. താൽക്കാലിക ക്ഷോഭങ്ങൾ അടങ്ങിയാൽ അവൾ തീർത്തും സന്തോഷവതിയാണ്. അവളുടെ ദുഃഖങ്ങൾക്ക് അടിവേരുകളില്ല. എന്നാൽ ഗൗരിയുടെ സ്ഥിതി മറിച്ചാണ്. തുടരുന്ന ധർമ്മസങ്കടങ്ങളാണ് അവൾ മനസ്സ് പുകയുന്ന ഒരു നെരിപ്പോടായി തീർന്നിരിക്കുന്നു. പൂർണ്ണമായും സൗഖ്യം ഒരു നേരത്തുമില്ല. ദാമ്പത്യം പോലും 3 കാലിൽ പണിത ഒരു കസേര പോലെ ആയിരിക്കുന്നു. ഏതു നിമിഷവും ഉരുണ്ടുപിരണ്ട് താഴെ വീഴാം. പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമങ്ങൾ മനസ്സ് നിറയെ മുറിപ്പാടുകൾ തീർത്തിരിക്കുന്നു. അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന അഭിമാനിയായ മകളെ അല്ല താനിപ്പോൾ. അഭിജാതനായ ഒരു പുരുഷൻ്റെ പത്നിയുമല്ല. യാതൊരു തെറ്റും ചെയ്യാതെ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നൊരു സ്ത്രീ. ദൂരക്കാഴ്ചയിൽ ആർക്കും അത് മനസ്സിലാവുകയില്ല. അനുഭവിക്കുന്നത് ആത്മപീഡനങ്ങളാണെന്ന് മാത്രം. നന്ദേട്ടന് തന്നോട് ശത്രുതയൊന്നുമില്ല. സ്നേഹമുണ്ടെന്നത് സത്യം. പക്ഷേ നന്ദേട്ടൻ്റെ കൈകൊണ്ട് തന്നെയാണ് തനിക്ക് മുറിവേൽക്കുന്നത്. ആർക്കുനേരെ ആയുധം എടുക്കാനും അത് വന്നുകൊള്ളുന്നത് തന്നിലാണ്. നന്ദേട്ടൻ്റെ ജീവനായ അനുജത്തിയുടെ ജീവൻ പിടിച്ചു നിർത്താനായി മാത്രമാണ് ചന്തു ഇവിടെ താമസിക്കുന്നത്. ഈ വലിയ വീടും ചുറ്റുമുള്ള തൊടിയും ഒക്കെ ഇഷ്ടമാണെങ്കിലും ഇവിടുത്തെ അന്തരീക്ഷത്തെ അവൻ അങ്ങേയറ്റം വെറുക്കുന്നുണ്ടെന്നറിയാം. എന്നിട്ടും കല്ലുവിനായി ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. ആടട കുഞ്ചുരാമ എന്ന് അവൾ പറയുമ്പോൾ ആടുന്ന കുരങ്ങനായി. ആ നന്ദി നന്ദേട്ടന് ഇല്ലെന്നതോ പോകട്ടെ, യാതൊരു നിയന്ത്രണവുമില്ലാതെ അധിക്ഷേപിക്കുകയാണ്. ചെറിയൊരു അവഗണന പോലും സഹിക്കുമായിരുന്നില്ലാത്ത ചെറുക്കൻ. ഏത് നിമിഷമാണ് അവൻ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോവുക എന്നാണ് ഭയം. തനിക്കും കൂടി വേണ്ടിയാവാം അവൻ സഹിക്കുന്നത്. തനിക്ക് വേണ്ടിയാണല്ലോ അവൻ ഈ വലിയ വീട്ടിൽ വന്ന് കയറിയത്. എങ്കിലും അവന് മറ്റൊരു പെൺകുട്ടിയുണ്ടെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അത്തരമൊരു മട്ടായിരുന്നില്ല അവൻ്റേത്. ഓപ്പോൾക്ക് വേണ്ടിയാവാം അവൻ കല്യാണിയെ സ്വീകരിച്ചത്. എന്നാലും ആ ത്യാഗത്തിനിടയിൽ മറ്റൊരു പെൺകുട്ടിയുടെ തേങ്ങലേൽ കൂടി കലർന്നിരിക്കുന്നതായി തോന്നിയതേയില്ല. അവനെ മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടതാണോ? അല്ലെങ്കിൽ പിന്നെ ആ ലോക്കറ്റിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ചിത്രത്തിലെ പെൺകുട്ടി ആര്? അതറിയാതെ ഗൗരിക്ക് സമാധാനമില്ലായിരുന്നു. ചന്തുവിൻ്റേതൊരു ത്യാഗമായി അല്ല, ചതിയായി തന്നെയാണ് ഗൗരിക്ക് തോന്നിയത്. കല്യാണിയെ മാത്രമല്ല, ആ ചിത്രത്തിലെ പെൺകുട്ടിയെയും അവൻ ചതിച്ചിരിക്കുന്നു. തനിക്ക് വേണ്ടി ആയാൽ പോലും അത് മാപ്പർഹിക്കാത്ത പാപമാണ്. തനിക്ക് വേണ്ടി ആയതുകൊണ്ട് ആ പാപത്തിൻ്റെ പങ്ക് താൻ കൂടി പറ്റേണ്ടി വരും. ചന്തുവിനെ ഒന്ന് തനിച്ചു കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഗൗരി. അടുത്ത ദിവസം രാവിലെ കല്യാണി കുളിക്കാൻ കുളിമുറിയിൽ കടന്നപ്പോഴാണ് ഗൗരിക്ക് സൗകര്യം കിട്ടിയത്. ആരാ ചന്തു ആ പെൺകുട്ടി? മുഖപുര കൂടാതെയാണ് ഗൗരി ചോദിച്ചത്. ചന്തുവിൻ്റെ മുഖത്ത് പതർച്ചയൊന്നുമില്ല. കല്യാണിയെ ഞാൻ അതേപ്പറ്റി പറഞ്ഞ് അപ്പോഴേ മനസ്സിലാക്കിയിരുന്നു. അവൾ ഓപ്പോളോട് പറഞ്ഞില്ലേ? അവൻ അന്വേഷിച്ചു. ഗൗരിക്ക് ആ മറുപടി ഇഷ്ടമായില്ല. കല്ലു ഒരു പൊട്ടി പെണ്ണാണ്. ആ പാവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമായിരിക്കും. എനിക്കറിയേണ്ടത് അതേ സംബന്ധിച്ച സത്യമാണ്. ചന്തുവിൽ അത്ഭുതഭാവം. ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന തരക്കാരനാണ് ഞാനെന്നാണോ അപ്പോൾ ഓപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ ധാരണ എന്തോ ആവട്ടെ, എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. അതും നിൻ്റെ നാവിന്ന്. സത്യം ഒന്നേ ഉള്ളൂ, ചന്തു അറിയിച്ചു. ഓപ്പോൾ ഇരിക്ക്, ഞാൻ പറയാം. അത് വല്ല നീണ്ട കഥയുമാണോ? നീണ്ട കഥയല്ല, വളരെ ചെറുതാ. ഓപ്പോളും നന്ദേട്ടനും ഒക്കെ ധരിച്ചിരിക്കുന്ന തരത്തിൽ പെട്ടതുമല്ല. നന്ദേട്ടനെ പോലുള്ളവർക്കത് മനസ്സിലാവില്ല. ഒരുപക്ഷെ ഓപ്പോൾക്ക് മനസ്സിലായേക്കാം. ധ്യാനിക്കും പോലെ കിടക്കിയിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് ഒരു നിമിഷം കണ്ണുകൾ പൂട്ടിവെച്ച ശേഷമാണ് ചന്തു തുടർന്നത്. ഓർക്കുമ്പോഴേ മനസ്സിൽ കണ്ണുനീരൊഴുകുന്നുണ്ട്. പാവം കുട്ടി, നിർഭാഗ്യവതിയായ കുട്ടി. ആ ഫോട്ടോയിലെ കുട്ടിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നീ സ്നേഹിച്ചിരുന്ന കുട്ടിയാണോ അവൾ? അല്ല. പിന്നെ നിൻ്റെ ആരാണവൾ? എൻ്റെ ആരുമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ എന്നറിയില്ല. അവൾ ആരായിരുന്നു എന്ന് പറയാം. ബാക്കി ഓപ്പോൾ മനസ്സുപോലെ ധരിച്ചോളൂ. എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അവൾ, ഗോപിക. കോളേജിലെ എൻ്റെ ആദ്യ ക്ലാസ്സിൽ തന്നെ അവൾ ഉണ്ടായിരുന്നു. വെളുത്തുമെലിഞ്ഞൊരു കുട്ടി. ഏതോ നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന കുട്ടിയാണെന്ന് ആദ്യ കാഴ്ചയിലേ മനസ്സിലാവും. ധാവണി ചുറ്റിയ കുട്ടി, നീണ്ട കോലൻ മുടി, ചാതുപൊട്ടിന് താഴെ നേർത്ത ചന്ദന വര, നീണ്ടു പാതികൂമ്പിയ മിഴികൾ. ഒരു സാധു കുട്ടി, പെട്ടെന്ന് പേടിപ്പെടുന്നവൾ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ കൺപീലികളിൽ നനവ് ദൃശ്യമാവും. എന്നിട്ട് അറിയാൻ ഗൗരിക്ക് തിടുക്കമായി. വളരെ സെൻറ്റിമെൻ്റലായിരുന്നു അവൾ, സൂപ്പർ സെൻസിറ്റീവും. എന്തുകൊണ്ടെന്നറിയില്ല, ഞാൻ അവളെ രഹസ്യമായി ശ്രദ്ധിച്ചിരുന്നു. കല്യാണിയുമായുള്ള മാറ്റക്കല്യാണം ഉറപ്പിച്ചിരുന്നതിനാൽ മറ്റാഗ്രഹങ്ങളൊന്നും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചില്ല. പോരെങ്കിൽ എൻ്റെ സ്റ്റുഡൻറ്റ്. ഗുരുശിഷ്യ ബന്ധത്തിനിടയിൽ റൊമാൻസ് കടന്നുകൂടാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധവും ഉണ്ടായിരുന്നു. പക്ഷേ
അവൾ നിന്നെ സ്നേഹിച്ചു, അത്രയല്ലേ ഉള്ളൂ? ഗൗരി ചോദിച്ചു. അത്രയുമല്ല, ചന്തു പറഞ്ഞു. അവൾ എന്നെ സ്നേഹിക്കുന്ന കാര്യം കോളേജിൽ പരസ്യവുമായി. എങ്ങനെ? അവളുടെ ചേഷ്ടകളിൽ നിന്ന് ആ സ്നേഹം ഞാൻ ഊഹിച്ചിരുന്നു. എന്നാൽ അക്കാര്യം ഉറപ്പായത് അവൾ എനിക്കായി എഴുതി ബുക്കിനുള്ളിൽ വെച്ചുകൊണ്ടുവന്ന കത്ത് കോളേജ് അങ്കണത്തിൽ ഊർന്നു വീണത് മറ്റു കുട്ടികളുടെ കൈവശം കിട്ടിയപ്പോഴായിരുന്നു. ഇനി ബാക്കി? കാര്യം ഉറപ്പാകും മുമ്പ് തന്നെ ഞാൻ അവളെ നിർബന്ധമായി അവഗണിച്ചിരുന്നു. ആ കത്ത് പരസ്യമായതോടെ ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കാതെയായി. കോറിഡോറുകളിൽ പലപ്പോഴും അവൾ എന്നെ കാണാനാവാം കാത്തു നിന്നിരുന്നു. പക്ഷെ തന്ത്രപൂർവ്വം ഞാൻ ആ വഴികൾ ഒഴിവാക്കി. സുന്ദരിയായിരുന്നിട്ട് നീ അവളെ അവഗണിച്ചത് ഓപ്പോൾക്കറിയാമല്ലോ. ഓപ്പോളുടെ കല്യാണത്തിനോടൊപ്പം തന്നെ എൻ്റെ കല്യാണവും നിശ്ചയിച്ചിരുന്നതല്ലേ? അപ്പോൾ ഓപ്പോൾക്ക് വേണ്ടിയാണ് നീ ആ കുട്ടിയെ ഉപേക്ഷിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല. ഇല്ലെങ്കിൽ പിന്നെ നെഞ്ചിലേറ്റി ഇപ്പോഴും അവളെ കൊണ്ടു നടക്കുന്നത്? നെഞ്ചിൽ കൊണ്ടു കിടക്കാനല്ലേ കഴിയൂ? അവൻ്റെ കണ്ട വിടറി. കാരണം അവൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. ഗൗരിയിൽ വല്ലാത്ത നടുക്കമുണ്ടായി. ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അടിയേറ്റതുപോലെ ഗൗരി തരിച്ചു നിന്നു. ആഘോഷമായി എൻ്റെ കല്യാണം നടന്ന അന്ന് ചന്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉറുമ്പിനെ നോവിക്കാൻ പോലും കരുത്തില്ലെന്ന് തോന്നിച്ചിരുന്ന ആ കുട്ടി തീവണ്ടി ചക്രങ്ങൾക്കും പാളങ്ങൾക്കും ഇടയിൽ സ്വന്തം ജീവൻ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ചന്തുവിൻ്റെ ചുണ്ടുകൾ വിതുമ്പി. മണ്ടിയായിരുന്നിരിക്കാം അവൾ, എന്നാലും എന്നെ സ്നേഹിച്ചവളല്ലേ. ആ സ്നേഹം മടക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൾക്ക് വേണ്ടി 2 തുള്ളി കണ്ണീരെങ്കിലും അർപ്പിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. ചന്തു, നിന്നെ ഓപ്പോൾ കുറ്റപ്പെടുത്തില്ലടാ. ഗൗരി കരഞ്ഞു. ആ കുട്ടിയെ നീ അവഗണിക്കാനും കല്യാണിയെ വിവാഹം കഴിക്കാനും കാരണം ഞാനായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന സർവ്വ ദുഃഖങ്ങൾക്കും കാരണം ഈ ഓപ്പോളാണതാ. ഓപ്പോൾ വെറുതെ സ്വയം പഴിച്ച് കരയേണ്ട. എല്ലാം ഒരു വിധിയാണെന്ന് കരുതിയാൽ മതി. കല്യാണവും തുടർന്നുള്ള അവധിയും എല്ലാം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴാണ് ഗോപിക മരിച്ച വിവരം ഞാൻ അറിഞ്ഞത്. കല്യാണിയുമൊത്തുള്ള ജീവിതത്തിലെ ഓരോ ദുരനുഭവത്തിനും പിന്നിൽ ആ കുട്ടിയുടെ കണ്ണീരല്ലേ എന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ നിരപരാധിയാണ്, എന്നാലും ഞാൻ മൂലമല്ലേ അവൾ. ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിനാണ് പഴയൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് അവളുടെ മുഖം വെട്ടിയെടുത്ത് ലോക്കറ്റിനുള്ളിൽ വെച്ചത്. ചന്തുവിൻ്റെ അരികിലെത്തി ഗൗരി അവൻ്റെ ചുമലിൽ തഴുകി. മോനെ, നീ ദയുള്ളവനാ. ഓപ്പോൾക്കറിയാം നിന്നെപ്പോലുള്ളവർ എത്ര കുറച്ചേയുള്ളൂ ഈ ഭൂമിയിൽ. എൻ്റെ ഈ ചന്തൂട്ടൻ്റെ ഓപ്പോളായതിൽ ഇപ്പോൾ എനിക്ക് അഭിമാനമുണ്ടടാ. പക്ഷേ ഇനി നീ ആ പെൺകുട്ടിയെ മറക്കണം, അല്ലെങ്കിൽ കല്ലുവിൻ്റെ കാര്യത്തിലും നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. പറഞ്ഞിട്ട് ഗൗരി മുറിവിട്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കല്യാണിയെ പ്രസവത്തിനായി നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റേണ്ടി വന്നു. ഒരു നിമിഷം പിരിയാതെ ചന്തു അവളോടൊപ്പം ഉണ്ടായിരുന്നു. ശുശ്രൂഷയ്ക്കായി കൂടെ പോയത് ചെറിയമ്മയാണ്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഗൗരിയും നേഴ്സിംഗ് ഹോമിലെത്തും. നന്ദഗോപന് തിരക്ക് പിടിച്ച സമയമായിരുന്നു. എങ്കിലും 4-5 മണിക്കൂറുകൾക്കുള്ളിൽ അവൻ ഹോസ്പിറ്റലിലേക്ക് ഫോണിൽ വിളിച്ച് വിവരം തിരക്കിയിരിക്കും. ഒടുവിൽ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി. നന്ദഗോപന് നേഴ്സിംഗ് ഹോമിൽ എത്തിയിരുന്നു. കൂടാതെ ചന്തുവിൻ്റെയും ഗൗരിയുടെയും മാതാപിതാക്കളായ വിലാസിനിയമ്മയും ചന്ദ്രമാഷും എല്ലാവരും കടുത്ത ആദിയിലായിരുന്നു. ഈ നിമിഷം വരെ ഒരു അറ്റാക്ക് ഉണ്ടാവാതെ പരമാവധി ശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. തീക്കൊള്ളിയുമായി മുഖം കേടുവരുത്താൻ കല്ല് പാഞ്ഞു വന്നപ്പോഴും ചന്തു ക്ഷമിച്ചു, സഹിച്ചു. അവളുടെ മനസ്സിലൊരു പോറൽ പോലും വീഴാതെ സൂക്ഷിച്ചു. അവളെ രക്ഷിക്കാനായി സ്വന്തം നെഞ്ചിൻ കൂട് നിറയെ മുറിപ്പാടുകൾ ഏറ്റുവാങ്ങി. അവളുടെ ഏട്ടൻ നൽകിയ അപമാനങ്ങളായിരുന്നു ഏറ്റവും ദുസ്സഹം. ചന്തുവും നന്ദഗോപനും പരസ്പരം സംസാരിക്കാറില്ല. ചന്തുവിൻ്റെ അവസ്ഥ നന്ദഗോപന് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ നന്ദൻ്റെ ധർമ്മസങ്കടങ്ങൾ ചന്തുവിനും. കല്യാണിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയ ശേഷം ഉത്കണ്ഠയിൽ നീറി വാതിൽക്കൽ കാത്തു നിൽക്കുമ്പോഴും അവർ പരസ്പരം നോക്കിയില്ല. എന്നാൽ 2 മനസ്സുകൾ ഒരുപോലെ വേവുന്നുണ്ടായിരുന്നു. പ്രസവത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും കല്യാണിക്ക് അപകടം സംഭവിക്കാം എന്ന് 2 പേർക്കും അറിയാം. ചെറിയൊരു പിഴ മതി കല്ല് തങ്ങൾക്ക് ഓർമ്മയായി മാറാം. ആ നൊമ്പര 2 പേരും അനുഭവിച്ചിരുന്നു. എന്നാൽ പേടിച്ചതൊന്നും സംഭവിച്ചില്ല. കല്യാണി ഒരു മകൾക്ക് ജന്മം നൽകിയിരിക്കുന്നതായി അറിയിപ്പ് വന്നു. വൈകാതെ സിസ്റ്റർ കുട്ടിയെ കൊണ്ടുവന്ന അച്ഛനെയും അമ്മാമ്മയെയും കാണിച്ചു കൊടുത്തു. കല്ലുവിൻ്റെ അതേ മുഖമാണ് കുട്ടിക്കെന്ന് ചന്തുവിന് തോന്നി. തൻ്റെ മകൾ കല്യാണിയെയും മകളെയും തങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുവരും വരെ ചന്തുവിന് സമാധാനം ഉണ്ടായിരുന്നില്ല. മകളെത്തിയപ്പോൾ കല്ലുവിലുള്ള പ്രാധാന്യം കുറഞ്ഞതുപോലെയും അവന് തോന്നി. മകൾക്ക് വേണ്ടി കരുതേണ്ട വസ്തുക്കളെക്കുറിച്ചാണ് അവൻ ആലോചിച്ചത്. മോൾക്ക് നിറം പോരല്ലോ അമ്മേ, അവൻ വിലാസിനിയോട് ചോദിച്ചു. സ്വർണം കൊടുത്താൽ നിറം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് എപ്പോൾ മുതലാണ് അത് കൊടുക്കേണ്ടത്? വിലാസിനിയമ്മ പൊട്ടിച്ചിരിച്ചുപോയി. ആവശ്യത്തിനുള്ള നിറമൊക്കെ അവൾക്കുണ്ടടാ, അതുപോരെ. സിനിമാ നടിയാക്കാനൊന്നും ഉദ്ദേശമില്ലല്ലോ. ഊവോ. ചന്തുവിന് ചമ്മൻ. മകളുണ്ടായി 10ാം നാൾ തന്നെ 28-നുള്ള മണികൾ തൂക്കിയ പൊന്നരഞ്ഞാണവും കാതുകുത്തിനുള്ള കുഞ്ഞ് കമ്മലം തീർത്തിരുന്നു. ബുദ്ധിയുണ്ടാവാൻ ബ്രഹ്മി കൊടുക്കേണ്ട സമയമായോ അപ്പോളെ? ചന്തുവിൻ്റെ ഉത്കണ്ഠ ഗൗരിക്ക് തമാശയായി. എന്താ ഈ ചന്തൂട്ടൻ്റെ ഒരു തിടുക്കം? ഇക്കണക്കിന് നീ മോൾക്ക് ചെക്കനെ കൂടി ഇപ്പം തന്നെ കണ്ടുവെക്കുമെന്ന് തോന്നണല്ലോ. അതേതായാലും കണ്ടുവെച്ച് കഴിഞ്ഞല്ലോ. ചന്തുവും ചിരിച്ചു. ഓപ്പോളുടെ മോൻ ഗോവിന്ദ് എൻ്റെ മോളുടെ പുറച്ചെറുക്കനല്ലേ അവൻ?
മകളിൽ ചന്തുവിനുള്ള ശ്രദ്ധയും കരുതലും ഒന്നും കല്യാണിക്കില്ല. കുട്ടിയെ കട്ടിലിൽ തനിച്ച് നിർത്തിയിട്ട് അവൾ തൊടിയിൽ ചുറ്റാൻ പോവും. അത് മതി ചന്തുവിന് ഭ്രാന്തിളകാൻ. നിനക്ക് എൻ്റെ മോളെ വേണ്ടെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ ഇതിനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. എൻ്റെ അമ്മ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. അതേപ്പോൾ നന്നായത്. കല്യാണിയുടെ വിശ്വരൂപം പുറത്തു വരും. എൻ്റെ മോളെ ഞാൻ എവിടേക്കും തന്നയക്കില്ല. അതോടെ ചന്തുവിൻ്റെ ഒച്ച ഉയരും. കഴിവറുടെ മോളെ പഴയപടി നാവെടുത്താൽ അടച്ച് ഞാൻ പല്ല് താഴെയിടും. ചന്തുവിന് എല്ലാം മകളാണ്. അമ്മു എന്നാണ് അവൾക്ക് പേരിട്ടത്. കല്യാണി കൂടെ വരാൻ തയ്യാറായില്ലെങ്കിൽ അമ്മുവിനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയാലോ എന്ന് പോലും ചന്തു ചിലപ്പോൾ ആലോചിച്ചു. അപ്പോഴാണ് മോളൂടെ ചോറൂണ് ആയത്. അമ്മുവിനെ കൊണ്ടുവന്ന് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുവിക്കണമെന്ന് വിലാസിനിയമ്മ മകനെ അറിയിക്കുകയും ചെയ്തു. ഭർത്തഗൃഹത്തിലേക്ക് പോകാൻ കല്യാണിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയമ്മയുടെ നിർബന്ധത്തിലാണ് അവൾ സന്നദ്ധയായത്. അച്ഛൻ്റെ വീട്ടിലെത്തിയതും അമ്മു നിർത്താതെ കരച്ചിൽ ആരംഭിച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ച് മരുന്ന് കൊടുത്തിട്ട് കുട്ടി ശാന്തയാകുന്നില്ല. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് കല്യാണി. അതോടെ വിലാസിനിയമ്മ ഉപദേശിച്ചു. ആ കിഴക്കില്ലത്തെ തിരുമേനിയെ കൊണ്ടൊരു നൂല് ജപിച്ച് കെട്ടിക്കാം. കുട്ടിക്ക് വല്ല കൊതിയും കിട്ടിയിട്ടുണ്ടാവും. കരഞ്ഞു കുഞ്ഞാകെ അവശയായിരുന്നതിനാൽ ചന്ത് സമ്മതിച്ചു. എന്നാൽ നേരം പുലരാൻ കാത്തു നിൽക്കണ്ട, ചന്ദ്രമാഷു അറിയിച്ചു. അതുവരെ ഒന്ന് കൊണ്ടുപോകും. ഞാൻ ഇതിനൊക്കെ എതിരാണെങ്കിൽ പോലും അതുകൂടിയൊന്ന് പരീക്ഷിച്ചോളൂ. അപ്പോൾ കല്യാണിയും കൂടെ വരണമെന്ന് നിർബന്ധം. പാടം കടക്കണം. നീളമുള്ളൊരു തോടുമുണ്ട്. അത്ര വീതിയൊന്നും ഇല്ലാത്ത പാലം. ചന്തു പിന്തിരിപ്പിച്ചു. വെളുക്കാംകാലമായല്ലോ, നല്ല നിലാവുമുണ്ട്. ഞാൻ കൂടെ വരാം. ചന്തുവേട്ടൻ മകളെ തന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുമോ എന്ന ഭയമാണ് കല്യാണിക്ക്. ഭാഗ്യം പോലെ വീടിന് വെളിയിൽ വന്നപ്പോൾ അമ്മുവിൻ്റെ കരച്ചിൽ മാറി. എന്നിട്ടും ഒരു നൂൽ കെട്ടിച്ചേക്കാമെന്ന് തന്നെ ചന്തു തീരുമാനിച്ചു. കൈപിടിച്ച് തോടിൻ്റെ പാലം കടത്തുമ്പോൾ കല്യാണി പറഞ്ഞു, പിടിക്കേണ്ട ചന്തുവേട്ടാ, ഞാൻ താനേ കടന്നോളാം. കല്യാണിയുടെ വീടിൻ്റെ തൊടിയിൽ തന്നെ തോടും പാലവുമൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെയെല്ലാം അവൾ ഓടി നടക്കുമായിരുന്നു. അതിനാൽ മടക്കയാത്രയിൽ മകളെയും കൊണ്ട് ചന്തു മുമ്പേ നടന്നു. പുറകെ തനിച്ച് കല്യാണിയും. അവൾ വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പുലർവെട്ടം വീണ് കഴിഞ്ഞിരുന്നു. എങ്കിലും പരിസരം ഒന്നും ഉണർന്നിട്ടില്ല. കല്ലുവിൻ്റെ ശബ്ദം കേൾക്കാതായപ്പോഴാണ് ചന്തു തിരിഞ്ഞു നോക്കിയത്. കല്യാണിയെ കാണാനേയില്ല. പാലം ശൂന്യം. അപ്പുറത്ത് നീണ്ടുകിടക്കുന്ന പാടവരമ്പും കൊയ്ത്തൊഴിഞ്ഞ പാടശേഖരങ്ങളും ശൂന്യം. ചന്തുവിൻ്റെ നെഞ്ചിൽ തീയാളി. കല്ലു എവിടെ? കല്ലു! ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് ചന്തു വിളിച്ചു. പാടശേഖരങ്ങളുടെ പരിധിയിൽ നിന്ന് പ്രതിധ്വനികൾ മാത്രം ഉണ്ടായി. കല്യാണി എവിടേക്കാണ് മാഞ്ഞുപോയതെന്ന് അവന് മനസ്സിലായില്ല. തന്നെ കളിപ്പിക്കാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാനും വയ്യ. പരിസരത്തെങ്ങും യാതൊരു മറയുമില്ല. തോട്ടിലെ വെള്ളത്തിൽ വീണുവെങ്കിൽ ശബ്ദം കേൾക്കുമായിരുന്നു. മകളെയും കൊണ്ട് ഏതോ ആലോചനയിൽ തിരക്കപ്പെട്ടാണ് ചന്തു നടന്നിരുന്നത്. അകലെ കുന്നിൻ മുകളിൽ നിന്ന് പൊറോട്ടു നാടകം പരിശീലിക്കുന്നവരുടെ കൊട്ട് കേൾക്കാമെങ്കിലും ഒരാൾ വെള്ളത്തിൽ വീണാലുള്ള ശബ്ദം അതിൽ മുങ്ങിപ്പോവാൻ സാധ്യതയില്ല. പാലത്തിൽ കയറുന്നതുവരെയും കല്യാണിയുടെ വർത്തമാനം കേട്ടിരുന്നുവെന്ന് തോന്നുന്നു. പാലത്തിൻ്റെ മുക്കാൽ ദൂരം എത്തിയതേ ഉള്ളൂ ചന്തു. അതിനിടയിൽ എന്തു സംഭവിക്കാൻ? പെട്ടെന്നാണ് തോട്ടിലെ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കല്യാണി കൊടുത്തിരുന്ന സ്വർണ്ണപ്പൊട്ടുകളുള്ള നീല ഷീഫോൺ സാരിയുടെ തുമ്പു മെല്ലെ പൊന്തി വന്നത്. കല്ലു ഭ്രാന്തനെ പോലെ അവൻ അലറി. തോടിൻ്റെ ആഴം അറിയില്ല. 6 മാസം കടന്നിട്ടില്ലാത്ത മോൾ കയ്യിലുമുണ്ട്. പക്ഷേ ആലോചിച്ച് നിൽക്കാനോ ആരുടെയെങ്കിലും സഹായം തേടാനോ ആരുമില്ല. നേരെ നന്നായി പുലർന്നിട്ടില്ലാത്തതിനാൽ പരിസരത്തെങ്ങും ആരുമില്ല താനും. കല്ലുവാണെങ്കിൽ ദണ്ണക്കാരിയാണ്. ചന്തു കുനിഞ്ഞ് മകളെ ഒരടിയിലധികം വീതിയില്ലാത്ത പാലത്തിൽ ഇരുത്തി. പിന്നെ കല്യാണിയുടെ തുമ്പ് ദൃശ്യമായ ഭാഗത്തേക്ക് ചാടി. കല്യാണിയുടെ ദേഹത്ത് എവിടെയോ ആണ് അവൻ്റെ കാല് ചെന്ന് പതിച്ചത്. നെഞ്ചപ്പം വെള്ളമുണ്ട് തോട്ടിൽ. സമയം തെല്ലും പാഴാക്കാതെ തന്നെ ചന്തു വെള്ളത്തിൽ മുങ്ങി കല്യാണിയെ വാരിയെടുത്തു. അവളുടെ ശിരസ് ജലനിരപ്പിന് മേലെ കൊണ്ടുവന്നു. കണ്ണുകൾ തുറന്നപടിയാണെങ്കിലും കല്യാണിക്ക് ബോധമില്ലെന്ന് തോന്നി. പല്ലുകൾ ചേർത്ത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ദണ്ണമിളകിയതാവാം അവൾ വീണത്. കല്ലു! ചന്തു വിളിച്ചു. അവളിൽ യാതൊരു പ്രതികരണവുമില്ല. വെള്ളത്തിൽ താങ്ങി നിർത്തുവാൻ നോക്കിയിട്ട് കഴിയുന്നുമില്ല. പെട്ടെന്നാണ് ചന്തുവിന് മോളുടെ ഓർമ്മ വന്നത്. അവൻ മുഖമുയർത്തി നോക്കി. വീതി കുറവുള്ള പാലത്തിൻ്റെ വക്കിലാണ് അവൾ. അച്ഛൻ്റെ നേർക്ക് കൈകൾ നീട്ടുന്നു. ചച്ചായി എന്ന് അസ്പഷ്ടമായി വിളിക്കുന്നു. ചന്തുവിൻ്റെ നെഞ്ചു പൊട്ടി. താഴെ വെള്ളത്തിൽ നിൽക്കുന്ന അച്ഛൻ്റെ നേർക്ക് ചാടാനുള്ള പുറപ്പാടിലാണ് അമ്മു. കല്യാണിയെ വിട്ടിട്ട് മോളെ എടുക്കാൻ വയ്യ. പിടിവിട്ടാൽ കല്ലു വെള്ളത്തിനടിയിലേക്ക് താണുപോകും. മകളെ എടുത്ത് കരയ്ക്കെത്തിച്ച് വരുന്നതിനകം അവൾ വെള്ളത്തിനടിയിൽ കിടന്ന് ശ്വാസം കിട്ടാതെ. അപ്പോൾ തന്നെ അവളുടെ അവസ്ഥയെക്കുറിച്ച് ചന്തുവിന് ഭീതിയുണ്ട്. മകളെ എടുക്കാൻ വൈകിയാൽ കുട്ടി താഴെ ചാടും. അതോടെ ഒന്നുകിൽ മകൾ അല്ലെങ്കിൽ ഭാര്യ എന്ന അവസ്ഥയിലാവും. ചന്തുവിന് ദേഹം തളരുന്നതുപോലെ തോന്നി. ഒപ്പം നേരിയ വിറയലും. കല്യാണിയുടെ ശിരസ് വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിക്കാൻ തന്നെ അവന് നന്നേ യത്നിക്കേണ്ടി വന്നു. അവളുടെ ദേഹത്തിൻ്റെ ഭാരം വർദ്ധിക്കുന്നത് പോലെ. കല്ലു! അവളെ നോക്കി ചന്തു കരഞ്ഞു. പിന്നെ മകളെ നോക്കി. ചാടല്ലേ അമ്മു, ചാടല്ലേ! ഒരു കൈ ഉയർത്തി അവൻ തടഞ്ഞു.
ഒറ്റ കൈകൊണ്ട് കല്യാണിയുടെ മുഖം ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെയായപ്പോൾ ചന്തുവിൻ്റെ 2 കൈയും അസ്വതന്ത്രമായി. ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ. ചുറ്റും നോക്കി ചന്തു ഒച്ചയിട്ടു. 1-2 വട്ടം മാത്രം. അടുത്തെങ്ങും ആരെയും കാണാഞ്ഞപ്പോൾ അവൻ വീണ്ടും തളർന്നു. വായ തുറന്നിട്ട് ശബ്ദം പോലും വരുന്നില്ല. അമ്മ ഇപ്പോൾ താഴേക്ക് വീഴും എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. മോൾ താഴേക്ക് പോന്നാൽ കല്ലുവിലുള്ള പിടി വിടേണ്ടി വരും. നെഞ്ചു പൊട്ടി ചന്തു ദൈവത്തെ വിളിച്ച നിമിഷം, അയ്യോ ഇതാരാ ഇത്? തൊട്ടരികിൽ ഒരു സ്ത്രീ ശബ്ദം. പരിസരത്ത് എവിടെയോ താമസിക്കുന്ന ഒരു സ്ത്രീ ഓടി വരികയാണ്. ആരോ വിളിച്ചതുപോലെ തോന്നി. പിന്നെ കരുതി എനിക്ക് തോന്നിയതാവുമെന്ന്. വെള്ളത്തിൽ ആളിനെ കണ്ടപ്പോഴാ എന്തോ ആപത്താണെന്ന് മനസ്സിലായത്. വരുന്ന വരവിൽ സ്ത്രീ പറഞ്ഞു, ദയവ് ചെയ്ത് മോളെ ഒന്നെടുക്ക്. കരയുന്ന സ്വരത്തിൽ ചന്തു അപേക്ഷിച്ചു. അടുത്ത നിമിഷം അവൻ കരഞ്ഞുപോയി. ഇവൾ കല്യാണി വെള്ളത്തിൽ വീണതാ, ബോധമില്ല. ഒരു വിധത്തിൽ അവൻ പറഞ്ഞു. ആ സ്ത്രീ അമ്മൂനെ വാരിയെടുത്തുകൊണ്ട് ചുറ്റിനും നോക്കി ആരെയൊക്കെയോ പേര് ചൊല്ലി വിളിച്ചു. കല്യാണിയെ കൊണ്ട് ചന്തു കരയിൽ കയറും മുമ്പ് തന്നെ സഹായിക്കാൻ ഒരു സംഘം എത്തി. വീട്ടിലെത്തിയ ശേഷമാണ് കല്യാണിക്ക് ബോധം തെളിഞ്ഞത്. നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു കല്യാണിയെ കൊണ്ട് പാലത്തിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ചന്ദ്രൻ മാഷ് ചന്തുവിനെ കുറ്റപ്പെടുത്തി. താൻ സൂക്ഷിക്കാഞ്ഞിട്ടാണോ? ചന്തു ഓർത്തു നോക്കി. താനേ നടന്നോളാം എന്ന് കല്യാണി പറഞ്ഞാലും അവളെ സൂക്ഷിക്കേണ്ട കടമ തൻ്റേതാണ്. വല്ലത് സംഭവിച്ചു പോയിരുന്നെങ്കിൽ. ആ ചിന്ത അവനെ വല്ലാതെ ഭയപ്പെടുത്തി. പിറ്റേന്ന് തന്നെ കല്യാണിയുടെ വീട്ടിലേക്ക് മടങ്ങാൻ അവൻ തീരുമാനിച്ചു. കല്യാണി അവിടെ തന്നെ നിന്നോട്ടെ, ചന്ദ്രമാഷൻ പറഞ്ഞു. ഗൗരിയുടെയും അവളുടെ ചെറിയമ്മയുടെയും ശ്രദ്ധ എപ്പോഴും ഉണ്ടാകുമല്ലോ. ഇവിടെ ആകുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് അതുപോലെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കല്യാണിക്കാണെങ്കിലും അവിടെ താമസിക്കുന്നതാണല്ലോ സന്തോഷം. എന്നാൽ വിലാസിനി അമ്മയ്ക്ക് അമ്മുവിനെ പിരിയാൻ വലിയ സങ്കടം. ഞാൻ എൻ്റെ കുട്ടിയെ ശരിക്കൊന്ന് കണ്ടില്ല. അതിനു മുമ്പേ കൊണ്ടുപോവാണോ? ഗോവിന്ദനെ ആണെങ്കിലും ഞാനൊന്ന് കണ്ടിട്ട് എത്ര നാളായി. നമുക്ക് ഒരാഴ്ച അവിടെ പോയി താമസിച്ച മതിവരുവോളം കുട്ടികളെ ലാളിക്കാം വിലാസിനി. നീ സമാധാനിക്ക്, ചന്ദ്രമാഷ ഭാര്യയെ ആശ്വസിപ്പിച്ചു. ഉവ്വ്. വിശ്വാസമാകാത്തതുപോലെ വിലാസിനിയമ്മ മുഖവിളക്കി. മറ്റൊരു വീട്ടിൽ ചെന്നാൽ ഒരന്തി പോലും താമസിക്കാത്ത ആളാ. വെറുതെ എന്തിനാ എന്നെ ആശിപ്പിക്കണത്? അത് കേട്ട് മാഷ് വെറുതെ ചിരിച്ചതേയുള്ളൂ. പുറപ്പെടും മുമ്പ് ചന്തു കല്യാണിയോട് പറഞ്ഞു, വെള്ളത്തിൽ വീണ കാര്യമൊന്നും അവിടെ അറിയിക്കണ്ട. നിൻ്റെ ഏട്ടൻ വല്ലതുമൊക്കെ വിചാരിക്കും. അത് ഞാൻ ചന്തുവേട്ടനോട് പറയാൻ തുടങ്ങുമായിരുന്നു. ചെറിയമ്മ അറിഞ്ഞാൽ ഓർത്തോർത്ത് കരയും. കല്യാണി പറഞ്ഞു. എന്നാൽ അവർ കല്യാണിയുടെ വീടിൻ്റെ പോർച്ചിൽ എത്തിയതും ചെറിയമ്മ കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. എൻ്റെ കുട്ടികളെ ദൈവം കാത്തതാ. എൻ്റെ പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ഫലമാ. അമ്മൂനെ എടുത്ത് ചെറിയമ്മ ഉമ്മകൾ കൊണ്ട് മൂടി. ചന്തുവും കല്യാണിയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. അപ്പോൾ നന്ദഗോപൻ്റെ വക. പാതിരാത്രിക്കും വെളുപ്പാങ്കാലത്തുമൊക്കെ പെണ്ണുങ്ങളെയും കൊണ്ട് ആ തോടും പാടവുമൊക്കെ കടന്നുള്ള യാത്ര. അതും കുട്ടിക്ക് നൂല് ജപിച്ച് കെട്ടാൻ. ആളുകൾ കേട്ടാൽ പരിഹസിക്കുമല്ലോ. വിദ്യാഭ്യാസമുള്ള ചന്തുവിനെ പോലുള്ളവർ ഇത്ര അന്ധവിശ്വാസികളായാലോ? വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആരാ ഉത്തരം പറയുക? ചന്തു വല്ലാതെയായി. മറുപടി പറയാൻ പലതും ഉണ്ടായിരുന്നു അവന്. എങ്കിലും ക്ഷമിച്ചു. അകത്തു ചെന്നപ്പോൾ അവൻ ഗൗരിയോട് ചോദിച്ചു, ആരാ ഇതൊക്കെ ഇത്ര വേഗം ഇവിടെ എത്തിച്ചത്? അച്ഛൻ വിളിച്ചു പറഞ്ഞതാ, ഗൗരി അറിയിച്ചു. എന്നാലും നന്ദേട്ടൻ്റെ വീട്ടിലാണല്ലോ ഞാൻ താമസിക്കുന്നത്. വർത്തമാനം പറയുമ്പോൾ ഒരു അതിഥിയോട് പാലിക്കേണ്ട മര്യാദയെങ്കിലും എന്നോട് കാണിച്ചുകൂടെ? അനുജത്തിയുടെ ഭർത്താവിനോടുള്ള സ്നേഹമൊന്നും വേണ്ട. അതുണ്ടാവില്ലെന്നും അറിയാം. ഗൗരി മിണ്ടിയില്ല. ഓപ്പോൾക്കറിയോ ഞാൻ ആ നിമിഷങ്ങളിൽ അനുഭവിച്ച പ്രാണവേദന? അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാക്കി തരാൻ ഞാൻ ആളുമല്ല. ഒന്നു മാത്രം ഓർത്താൽ മതി. ഞാൻ എന്തിനാ ഇത്രയധികം വേദനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത്? ആ മനുഷ്യൻ്റെ അനുജത്തിക്ക് വേണ്ടിയല്ലേ? അയാളൊരുക്കിയ കെണിയിൽ വീണതുകൊണ്ടല്ലേ? ആ നന്ദിയോ അല്ലെങ്കിൽ സഹതാപമെങ്കിലുമോ എന്നോട് കാണിച്ചുകൂടെ? ചന്തു ആരാഞ്ഞു. ഓപ്പോൾക്ക് വേണ്ടി നീ എല്ലാം ക്ഷമിക്കൂ മോനെ, പറഞ്ഞിട്ട് ഗൗരി അവൻ്റെ മുന്നിൽ നിന്ന് അകന്നുപോയി. നന്ദേട്ടനോട് തോന്നിയ ഈർഷ്യയിൽ ഒരു പങ്ക് അവന് കല്യാണിയോടും ഉണ്ടായി. നിനക്ക് നിൻ്റെ ഏട്ടനോട് പറയാമായിരുന്നില്ലേ കല്ലു? നീ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് നിന്നെയും കൂട്ടി ഞാൻ ആ സമയത്ത് തിരുമേനിയുടെ ഇല്ലത്ത് പോയതെന്ന് ചന്തു തിരക്കി. പറയാമായിരുന്നു. അബദ്ധം പിണഞ്ഞതുപോലെ കല്യാണി സമ്മതിച്ചു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല ചന്തുവേട്ടാ. ഞാൻ ഇപ്പോൾ ചെന്ന് നന്ദനോട് പറയട്ടെ? വേണ്ട, ചന്തു ദേഷ്യത്തിൽ അറിയിച്ചു. ഞാൻ പറഞ്ഞു തന്ന് പറയിപ്പിച്ചതാണെന്ന് പറയൂ അപ്പോൾ. അത് ശരിയാ. കല്യാണി തല കുലുക്കി. കുറേ ദിവസങ്ങളോളം നിറഞ്ഞ സഹാനുഭൂതിയോടെയാണ് ചന്തു കല്യാണിയോട് പെരുമാറിയത്. നനഞ്ഞു കുതിർന്ന് ബോധഹീനിയായി തൻ്റെ കൈകളിൽ കിടന്നിരുന്ന കല്യാണിയുടെ ഓർമ്മ ഒരു വേദനയായി അവനെ പിന്തുടർന്നു. വെള്ളത്തിൽ നിന്ന് വാരിയെടുക്കാൻ താൻ ഒരല്പം വൈകിയിരുന്നെങ്കിൽ അവൾ ഇന്ന് തൻ്റെ ഒപ്പം ഉണ്ടാകുമായിരുന്നില്ല എന്ന ആ ചിന്ത അവനെ കൂടെ കൂടെ ഞെട്ടിക്കുകയും ചെയ്തു. എന്നാൽ ആ നില അധികകാലം തുടർന്നില്ല. കല്യാണിയുടെ രീതികൾ വീണ്ടും അവനെ അസഹ്യതയിൽ എത്തിച്ചു. പെട്ടെന്നാവും അവൾ പൊട്ടിത്തെറിക്കുക. ആ നിമിഷങ്ങളിൽ അവൾ മുന്നും പിന്നും മറന്നുപോകും. ഒരു ദിവസം അമ്മുവിനെ വില കൂടിയ ഒരു സമ്മാനവുമായി ചന്തുവിൻ്റെ സഹപ്രവർത്തകരായ വത്സല ടീച്ചറും ഭർത്താവും എത്തി. അമ്മുവിൻ്റെ ചോറൂണിന് എത്തുവാൻ സാധിക്കാത്തതിൻ്റെ പ്രായശ്ചിത്തം എന്നോണമാണ് അവർ വന്നത്. വരുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടില്ലാതിരുന്നാൽ ചന്തു സ്ഥലത്തില്ലാതെ പോയി.
അച്ഛനെയും അമ്മയെയും കാണാൻ അവൻ വീട്ടിൽ പോയതായിരുന്നു. വത്സല ടീച്ചറും ഭർത്താവും വന്നിട്ട് കല്യാണി ഇരിപ്പുമുറിയിലേക്ക് ചെന്നതേയില്ല. കുട്ടിയെ കൊണ്ടുപോയി കാണിച്ചതും ചായയും പലഹാരവും നൽകിയതും ചെറിയമ്മയായിരുന്നു. മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയ സൽക്കാരത്തിൽ വെച്ച് ആദ്യം കണ്ടപ്പോഴേ കല്യാണിക്ക് വത്സല ടീച്ചറെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചന്തുവിനോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്ന വത്സല ടീച്ചർക്ക് അപമാനം താങ്ങാനായില്ല. അവർ മിതമായ ഭാഷയിൽ ചന്തുവിനോട് പരാതി പറഞ്ഞു. ഞാൻ തനിച്ചായിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നു. എൻ്റെ ഗോപിയേട്ടനെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാ. ഇവിടുത്തെ വീട്ടമ്മ എവിടെ എന്ന് 1-2 വട്ടം അദ്ദേഹം എടുത്തന്വേഷിച്ചിട്ടും കല്യാണി ഇറങ്ങി വന്നില്ല. ഗോപിയേട്ടൻ ശരിക്കും ചമ്മി. എനിക്കും അത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. വീട്ടിലെത്തിയതും ചന്തു കല്യാണിയോട് പൊട്ടിത്തെറിച്ചു. പുരുഷന്മാർ മാത്രമായിരുന്നു അതിഥികളെങ്കിൽ ഈ ഇറങ്ങിച്ചെല്ലാത്തതിനെ ഞാൻ ഇത്രയധികം കുറ്റപ്പെടുത്തില്ല. എന്നാൽ മാനിയായ ഒരു സ്ത്രീ വീട്ടിൽ വന്ന് കയറി വന്നിട്ട് ഞാൻ അമ്മൂന് മാമം കൊടുക്കുകയായിരുന്നു ചന്തുവേട്ട. കല്യാണിയുടെ മറുപടി. അവർ ഇവിടെ ഉണ്ടായിരുന്ന സമയം മുഴുവൻ നീ അമ്മൂന് മാമം കൊടുക്കുകയായിരുന്നോ? കുട്ടിക്ക് മാമം കൊടുക്കുകയല്ല അതിലും വലിയ ജോലിയാണെങ്കിലും വീട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ മാനിക്കണ്ടേ? കല്യാണിയുടെ ചെവിയിൽ പിടിച്ച് ചന്തു തിരുമി. പിന്നെ സ്വയം തലയ്ക്ക് തല്ലി. എനിക്ക് മരിച്ചാൽ മതിയായിരിക്കണു. അമ്മ മാത്രമായിരുന്നു ചന്തുവിൻ്റെ ഏക ആശ്വാസം. എന്നാൽ ഒപ്പം പ്രായമുള്ള കുട്ടികൾ പിച്ച നടക്കാൻ തുടങ്ങിയിട്ടും അമ്മു എഴുന്നേറ്റ് താനെ നിൽക്കാൻ പോലും പ്രയാസപ്പെട്ടപ്പോൾ ചന്തുവിന് ആദിയായി. കല്യാണിയുടെ അസുഖം മകൾക്ക് പകരുമോ എന്നൊരു ഭീതിയും അവനെ ബാധിച്ചിരുന്നു. അമ്മുവിനോടുള്ള സ്നേഹം വളരും തോറും കല്യാണിയോട് വെറുപ്പായി. അവൾ മൂലമുണ്ടായ കഷ്ടപ്പാടുകളൊക്കെ തേട്ടി വരും. തുടർന്ന് തൊട്ടതിനൊക്കെ വഴുക്ക്. അതിനിടയിലാണ് ഫിനോബാർബിറ്റോൺ കഴിക്കുന്ന അമ്മയുടെ മുലപ്പാൽ കുട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ഒരു ഡോക്ടർ സുഹൃത്ത് ചന്തുവിനെ താക്കീത് ചെയ്തത്. വൈകുന്നേരം ചന്തു എത്തുമ്പോൾ കല്യാണി മകളെ മുലയൂട്ടുകയാണ്. ഭാര്യയിൽ നിന്ന് അവൻ മകളെ ബലമായി പിടിച്ചു വാങ്ങി. മതി, ചന്തു പറഞ്ഞു. ഇനി നീ എൻ്റെ മോളെ മുലയൂട്ടണ്ട. അവൾ നിന്നെപ്പോലെയാവാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നും മനസ്സിലാകാതെ കണ്ണുകൾ മിഴിച്ച് കല്യാണി നിശ്ചലം ഇരുന്നു. നോവൽ നാളെ തുടരും.